സാറേ ഞാൻ ബോർഡിലെ ലൈൻമാനാണ്. സാറിൻ്റെ ഓഫീസിൽ എത്ര ഫാൻ കറങ്ങുന്നില്ല, എത്ര ബൾബ് കത്തുന്നില്ല, എവിടെയൊക്കെ തൊട്ടാൽ ഷോക്ക് അടിക്കുമെന്ന് ഞാൻ വന്ന് നോക്കണം. സാറേ അത് ഞാൻ അതൊക്കെ എഞ്ചിനീയറായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഓ ശരി 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 ശരി. അതെ, ലൈൻമാൻ ലോലിതൻ. അതെ, ഞാൻ പുതിയ ഓവർസിയർ മന്മഥൻ. നമ്മുടെ ഹോൾസെയിൽ ആക്രി കോയ ഒന്ന് കാണാൻ പറഞ്ഞു. അയാളെ ഹോൾസെയിൽ ആക്രിയാക്കിയത് ഞാനാണ്. പുതിയ ഓവർസിയർ ഒന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പണിയൊന്നും പഠിച്ചു കാണത്തില്ലെന്നറിയാം. എന്നാലും ഏത് സർക്കാർ ഓഫീസിലും കയറി പണിയാൻ നമുക്ക് അവകാശമുണ്ടെന്ന് സാറിന് അറിയാമോ? അല്ല, അങ്ങനെ നമ്മൾ ഈ സർക്കാർ ഓഫീസിൽ പണിയാൻ ചെന്നാൽ അവർ നമ്മളെ വെറുതെ വിടുവോ? സാറേ, ഏത് സർക്കാർ ഓഫീസിലെയും ചെമ്പ്, ഓട്, പിത്തള ഇതൊക്കെ നമുക്ക് ഉരിയെടുക്കാം. അല്ല ലോലിത, ഈ സർക്കാർ ഓഫീസിൽ ഇത്രയ്ക്കും ഉരുളിയും പാർപ്പും ചെമ്പും ഒക്കെ ഉണ്ടാവും? ഇതൊക്കെ ഞാൻ ഇനി ഒന്നേന്ന് പഠിപ്പിച്ചു തരണം. ഒന്നും അറിഞ്ഞൂടാ. സാറ് സ്ക്രാപ്പ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞു തരാം. അങ്ങനെ ഒരു തടിച്ച ബുക്ക് ഓഫീസിലുണ്ട്. പക്ഷെ അതിൽ എഴുതരുത്. പിന്നെന്തിനാ ബുക്ക്? നമ്മൾ ഇളക്കി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അതിൽ എഴുതണം, പക്ഷെ എഴുതരുത്. എന്താ ലോലിതായി പറയണേ? 10 കിലോ ചെമ്പ് കമ്പി നമ്മൾ ഇളക്കി കൊണ്ടുവന്ന സ്ക്രാപ്പ് രജിസ്റ്ററിൽ 100 ഗ്രാമെന്ന് എഴുതാവൂ. അത് നിർബന്ധമില്ല. ഹലോ, ആ ഭൂഗർഭജല ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഓഫീസൊക്കെ രാവിലെ തുറന്നിടും. ഓവർസിയറൊക്കെ ഉണ്ട്. പയ്യനാ? ശരി ശരി. അല്ല ലോലിത, ഒരു സംശയം. ഇപ്പം നമുക്ക് 100 ഗ്രാമേ കിട്ടുകയുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിയറി ഒന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പം സമയമൊന്നുമില്ല. ഇതൊക്കെ പ്രാക്ടിക്കൽ ചെയ്ത് വേണം മനസ്സിലാക്കാൻ. സാർ വാ, പണി ഇന്ന് തന്നെ തുടങ്ങണം. അല്ല, ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ? സർക്കാർ ഓഫീസിന്റെ കാര്യങ്ങൾക്ക് ഞായറെന്നോ തിങ്കളെന്നോ വെയിലെന്നോ മഴയൊന്നുമില്ല. ഇതൊക്കെ സാധാരണ ഓവർസിയർ ലൈൻമാൻ വേണം പറഞ്ഞു തരാൻ. ഇപ്പൊ ലൈൻമാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട അവസ്ഥയിലാണ്. ഇതൊന്നും ശീലിച്ചിട്ടില്ലാത്തോണ്ടാ. ശീലിക്കാലൊക്കെ പറ്റും. ഹലോ, ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നാ. രാവിലെ തൊട്ട് ഇവിടെ കാത്തിരിക്കുക സാറേ. അതിനെന്താ, ബാക്കിയുള്ള ദിവസമൊക്കെ വീട്ടിൽ തന്നെയല്ലേ? സാറിന്റെ കാര്യങ്ങളൊക്കെ അറിയാല്ലേ? ഓഫീസ് ഇതായതുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നോക്ക്, നമ്മുടെ പണിയാണ്. എന്നാ സാറൊക്കെ പരിശോധിക്കേ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും കത്തുന്നില്ല സാറേ. ആ ഫാനും നോക്കിയേ. ഫാനിന്റെ സ്വിച്ച് എവിടെ ഉണ്ട്? ആ മാറിയെന്നോ? നിർത്ത് നിർത്ത് നിർത്ത്. എങ്ങനെ ഇവിടെ ആൾക്കാർ വർക്ക് ചെയ്യണത്? അതിന് ഇവിടെ നിന്ന് ആരും വരത്തില്ല സാറേ. 1-ാം തീയതി ശമ്പളം വാങ്ങിക്കാൻ വരും, പിന്നെ വല്ലപ്പോഴും വരും. സാറേ, മൻമോഹൻ സാറേ, എഴുതിക്കോ. കേടായ ഫാന് 3 എണ്ണം. പക്ഷെ നമ്മുടെ ബുക്കിൽ എത്ര എഴുതും? ബുക്കില് 1 എഴുതും. ഏത് ബുക്കില്? ക്രാപ്പ് ബുക്കില്. ഇത് എന്നെ കുഴപ്പം? ക്രാപ്പല്ല, സ്ക്രാപ്പ്. ഇപ്പം തുടക്കമല്ലേ, ശരിയാവും. പിന്നെ കേടായ ട്യൂബ്. കേടായ ട്യൂബ് 4 എണ്ണം. അതും കൂടി നോക്കിയേ. അതിന്റെ ഫ്രെയിം 4 എണ്ണം. ഫ്രെയിം 4. സ്ക്രാപ്പ് ബുക്കില് ഒരു ട്യൂബും ഒരു ഫ്രെയിമും. പഠിച്ചു വരുന്നേ ഉള്ളൂ. സാറേ, ആ വയറിങ് ഫുള്ളായിട്ട് അങ്ങ് മാറ്റിയാലോ? മാറ്റ്. ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഒരു നേട്ടമില്ല. എടുത്ത് കോയ്ക്ക് കൊണ്ടുകൊടുത്ത് 50 രൂപ കിട്ടും. പിന്നെ എല്ലാം കൂടെ എടുത്ത് ഗോഡൌണിൽ കൊണ്ടുവച്ചാൽ അവിടുത്തെ സ്ഥലവും വേസ്റ്റാവും. ഇയാളാ സ്വിച്ച് കൂടെ അടക്കം മാറ്റി. ഇതിലൊക്കെ എണ്ണം വേണ്ടേ സാറേ? നോക്കണോ? എഴുത ഒരു 12 എണ്ണം. സ്വിച്ച് 12. പ്ലഗോ? സ്ക്രാപ്പ് ബുക്കിൽ 2. പ്ലഗ് 14 എണ്ണം. സ്ക്രാപ്പ് ബുക്കിൽ 2. പഠിച്ച്